2 വർഷം നീണ്ട ഇസ്രായേലിൻ്റെ ക്രൂരമായ അതിക്രമങ്ങൾക്കൊടുവിൽ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പോകുന്നു. പക്ഷേ സ്വതന്ത്ര പലസ്തീൻ അടുത്തൊന്നും യാഥാർത്ഥ്യമാവില്ല. ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും. ലോകവ്യാപകമായി പലസ്തീനു വേണ്ടി ഏറെ പ്രക്ഷോഭങ്ങൾ നടന്നു. ഏറ്റവും ഉച്ചത്തിലുയർന്ന ശബ്ദം കേരളത്തിൻ്റെതാണ്. ഒടുവിലിതാ ഒരു വെടിനിർത്തൽ കരാർ. കൂട്ടക്കൊലകൾക്കും കൂട്ടപ്പലായനങ്ങൾക്കും താൽക്കാലിക വിരാമം. പക്ഷേ പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാകില്ല. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറില്ല. എങ്കിലും സയനിസ്റ്റ് ഭീകരത ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്ന ഈ ജനതയ്ക്ക് ജീവൻ നിലനിർത്താം. ഇവർക്ക് ഭക്ഷണവും വെള്ളവും കിട്ടും. അത്രയ്ക്കും ആശ്വാസം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തതിൽ ട്രംപിന് നിരാശ. പക്ഷേ ട്രംപിന്റെ ഒരു വിശ്വസയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം. അമേരിക്കൻ പിന്തുണയോടെ വെനസ്വേലയിലെ നിക്കോളാസ് മഡൂറ സർക്കാരിനെതിരെ പ്രക്ഷോഭം നയിക്കുന്ന മരിയ കൊറീന മെച്ചോഡയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം. പലസ്തീൻ ജനതയ്ക്കു വേണ്ടി ഒരക്ഷരം പോലും ഉരിയാടാത്ത ഒരാൾക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നതാണ് സമീപകാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ തമാശ. ഭക്ഷണവും കുടിവെള്ളവും ദുരിതാശ്വാസ സാമഗ്രികളും ഗാസയിലേക്ക് എത്തിക്കാൻ ലക്ഷക്കണക്കിന് മനുഷ്യസ്നേഹികളാണ് ലോകത്ത് കൈകോർക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഇസ്രായേൽ സൈന്യം തടഞ്ഞു. ഗ്രേറ്റ തുൻബർഗ്, ലോകപ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക, ഗാസയിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികളുമായി പോവുകയായിരുന്ന ഗ്രേറ്റ തുൻബർഗിനെ ഇസ്രായേൽ പട്ടാളം അറസ്റ്റ് ചെയ്തു, ക്രൂരമായി മർദ്ദിച്ചു. ഗാസയിൽ ദാഹിച്ചു വലയുന്ന ജനങ്ങൾക്ക് ഒരു മലയാളി ആശ്വാസമായി. കൊച്ചി സ്വദേശി ശ്രീലക്ഷ്മി. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവിടേക്ക് കുറച്ച് ഹ്യൂമനിറ്റേറിയൻ സപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നന്ദി അറിയിച്ചിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ അയച്ചു തന്നിട്ടുള്ളത്. യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ നമുക്ക് അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല എന്നൊക്കെ പറയുന്നത് ഒരു ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ് ആണ്. അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും കടമയാണ്. കുറേ കുടുംബങ്ങൾക്ക് ആഹാരം എത്തിക്കാനും കുടിവെള്ളം എത്തിക്കാനും ഒക്കെ ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കറന്റ്ലി അവിടെ ഹ്യൂമനിറ്റേറിയൻ എയ്ഡ് കൊടുക്കുന്നുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 50-60 കുടുംബങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഓരോ നേരത്തെ ആഹാരം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3 ആഴ്ച മുന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ഫാമിലീസ് പലസ്തീനിലുള്ള കുടുംബങ്ങളും സൗത്ത് ഗാസയിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങി. അവർ വാഡി ഗാസ എന്ന് പറയുന്ന ഒരു റീജിയനിലാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു കോസ്റ്റൽ വെറ്റ്ലാൻഡാണ്. വെള്ളമുണ്ടോ ചോദിച്ചാൽ വെള്ളമുണ്ട്, പക്ഷേ അത് കുടിക്കാനോ പാചകം ചെയ്യാനോ ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത വെള്ളമാണ്. അവർ നിരന്തരമായിട്ട് എന്നോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു കുടിവെള്ള ട്രക്ക് ഇവിടെ എത്തിച്ചു തരാൻ കഴിയുമെന്ന്. എന്നെ സംബന്ധിച്ച് ആ ചോദ്യം വളരെ ചലഞ്ചിങ് ആണ്. ഈ കേരളത്തിലിരുന്നിട്ട് എനിക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് കരുതിയത്. ഈ ഒരു ഉദ്യമത്തിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പലരും ഉണ്ട്. UK-യിലുള്ള ഒരു ലെസ്ലി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞാൻ ആദ്യം ലെസ്ലി ആയിട്ടാണ് സംസാരിച്ചത്. നമുക്ക് എങ്ങനെ ഒരു വാട്ടർ ട്രക്ക് അവിടേക്ക് എത്തിക്കാമെന്ന്. ഒരുപാട് ആളുകളെ കോണ്ടാക്ട് ചെയ്തു, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അവിടെയുള്ള ഫാമിലികളോട് തന്നെ സംസാരിച്ചു. അങ്ങനെ ഒരു പ്രൈവറ്റ് വാട്ടർ ട്രക്ക് കോണ്ടാക്ട് സംഘടിപ്പിച്ച് പിന്നീട് നമ്മൾ പറഞ്ഞു എത്രയാണെന്ന് വെച്ചാൽ എത്ര എക്സ്പെൻസീവ് ആയാലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്, വാട്ടർ ട്രക്ക് വന്നോളം പറയാൻ പറഞ്ഞു. അങ്ങനെ 3000 ലിറ്ററിന്റെ ഒരു വാട്ടർ ട്രക്ക് നമുക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. 250 കുടുംബങ്ങളാണുള്ളത്. ചെയ്തത് സത്യത്തിൽ വളരെ ചെറിയൊരു സഹായമാണ്, പക്ഷേ ഇപ്പോൾ കിട്ടിയ ഒരു പിന്തുണ വെച്ചിട്ട് മുന്നോട്ട് ഇതൊരു വാട്ടർ പ്രോജക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ കുറേ നേരം ആ വീഡിയോ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട്, കാരണം നമ്മളത് ചെയ്തത് മറന്നുപോയി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഡോക്ടർ M. ലീലാവതി ടീച്ചർ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പിന്നാലെ ടീച്ചർക്ക് നേരെ സംഘപരിവാർ സൈബർ ആക്രമണം. കുട്ടികളുടെ വിശപ്പ് എന്നുള്ള ഒരൊറ്റ പ്രശ്നത്തിലാണ് ഞാൻ പരിഹരിച്ചിട്ടുള്ളൂ. അത് ഏത് നാട്ടിലെയാണെന്നോ
അവരുടെ അച്ഛനമ്മമാരുടെ മതം എന്താണെന്നോ അവരുടെ തൊലിയുടെ നിറം എന്താണെന്നോ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. ശോഭായാത്രയുടെ കാലിലാണല്ലോ. സാക്ഷാൽ ശ്രീകൃഷ്ണൻ പണ്ട് ചോദിച്ചത്, യജ്ഞം ചെയ്യുന്ന വിപ്രന്മാരോട് ചോദിച്ചത്, നിങ്ങൾ കൊച്ചു കുട്ടികളുടെ വിശപ്പ് മാറ്റാൻ തയ്യാറില്ലാത്ത നിങ്ങൾ യജ്ഞം ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ സ്വർഗത്തിൽ പോകാനാണ് എന്ന് കൃഷ്ണൻ വിപ്രന്മാരോട് ചോദിച്ചു. FBയിൽ ഒരു ദിവസം മുൻപ് വായിച്ച ഒരു നഗ്ന കവിത ഇങ്ങനെയാണ്. ഇസ്രായേൽ ജെറുസലേമിലെ ഒരു വീട്ടമ്മ ഡയറിയിൽ കുറിച്ചിട്ടു, അയൽക്കാരെ ആക്രമിച്ചു കൊന്ന് അട്ടഹസിക്കുന്ന ഈ രാജ്യത്തെ ബംഗറിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് കൊച്ചിയിലെ കച്ചവടമായിരുന്നു. ഇതാണ് ആ നഗ്ന കവിത. 1000-ലധികം പേര് ഈ നഗ്ന കവിതയെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേയേറെ ആളുകൾ വന്ന് ഈ നഗ്ന കവിതയെ വല്ലാതെ എതിർക്കുകയും പലസ്തീനെതിരെയുള്ള ധാരാളം കമന്റുകൾ ഇടുകയും അസഭ്യവർഷം ചെയ്യുകയും ചെയ്തു. അവരാരും തന്നെ യഹൂദന്മാരല്ല. പക്ഷേ യഹൂദ മനസ്സുള്ള ഹിന്ദു പാരമ്പര്യത്തിൽപ്പെടുന്നവരാണ് അതിലെ 99% ആളുകൾ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇന്ത്യ ഗവൺമെന്റിന് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു നിലപാട് ഇല്ല. ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇസ്രായേലിൽ പോലും ഇന്ന് പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രകടനങ്ങൾ ഇന്ത്യയിൽ പാടില്ലത്രേ. ഹൈദരാബാദിലെ ഇഫ്ലുവിൽ പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച SFI പ്രവർത്തകരെ ABP പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു. കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു മൈം അവതരിപ്പിച്ചപ്പോൾ പലസ്തീന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതാണ് ആ മൂകാഭിനയം. ഒന്നും മിണ്ടാത്തൊരു കലാപരിപാടിയാണ് എന്ന് ആലോചിക്കണം. ഒരു വാക്ക് പോലും പറയാതെ അഭിനയിച്ച് കാണിക്കുന്ന ഒരു കലാപരിപാടിയാണ്. ഗാസയിലെ ഒരു തെരുവ്, അവിടെ കുറച്ച് ആളുകൾ ഇരിക്കുന്നു, ഒരമ്മയും ഒരു കുഞ്ഞുണ്ട്. പെട്ടെന്ന് തന്നെ അവർ ആഹാരത്തിന് വേണ്ടി കൈ നീട്ടുന്നു. പെട്ടെന്ന് തന്നെ ബോംബ് വർഷിക്കുകയാണ്. ആ ബോംബാക്രമണത്തിൽ മരിച്ചുപോയ കുഞ്ഞിനെ എടുത്ത് പൊന്തിക്കുന്ന അമ്മ. അപ്പോൾ ഈ ദൃശ്യം ആയതോടുകൂടി ഈ കർട്ടൻ ബലമായിട്ട് ഇടുകയാണ്. കുമ്പള സ്കൂളിൽ ഇന്നലെ പലസ്തീന് വേണ്ടിയിട്ട് ഒരു മൈം ഷോ നടത്തി. അതിൻ്റെ പേരിൽ ഇപ്പോൾ എന്തെല്ലാം പ്രശ്നം ആയി. നമ്മൾ മൈം ഷോ പാതിയാകുമ്പോൾ തന്നെ നമുക്ക് കർട്ടൻ ഇട്ടു. എന്ത് കാരണം കൊണ്ടെന്ന് അറിയാല. നമ്മൊരു കിടായിനെ എടുത്തിട്ട് ഇതാക്കുന്ന ഒരു സീനാണ്. ഓരോ നമുക്ക് ജാതി അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കിയിട്ടാണ്, നമ്മൾ ഹ്യൂമാനിറ്റി മനുഷ്യത്വം നോക്കിയിട്ടാണ് കളിച്ചത്. പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ എന്നും നിലപാട് എടുത്ത ജനവിഭാഗമാണ് കേരളം. പാലസ്തീനിൽ വേട്ടയാടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് കേരളം. പാലസ്തീൻ വിഷയത്തിൽ അവതരിപ്പിച്ച മെയിം തടയാൻ ആർക്കാണ് അധികാരം? കുമ്പള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതേ മെയിം വേദിയിൽ അവതരിപ്പിക്കുവാൻ അവസരം തീർച്ചയായും ഒരുക്കുന്നതാണ്.
تؤلم قلبي في المنام كلام بعد كلام وعين تنزف ماء في فضاء بين فضاء لا مكان له في الوجود تؤلم قلبي في المنام നമ്മളെ പാതിന്ന് ഓടിപ്പിച്ച സാറന്മാരുടെ മുന്നിൽ വീണ്ടും നമ്മൾ കളിക്കാൻ പറ്റിയല്ലോ നല്ല സന്തോഷം. ഇങ്ങനെ ഈ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട അന്ന് ആ സംഭവം ഉണ്ടായാൽ കിട്ടിയാൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. പാലസ്തീൻ ലോകത്തിന്റെ മുന്നിലുള്ളൊരു വേദനയല്ലേ അത്. 150-ലധികം രാഷ്ട്രങ്ങൾ പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിരിക്കുന്നു. അമേരിക്കയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാലസ്തീനെ അംഗീകരിക്കുന്നു. നമ്മുടെ രാജ്യം പണ്ടേ പാലസ്തീനെ അംഗീകരിച്ചതാണ്. പക്ഷെ അവിടെയാണോ നിൽക്കുന്നത്? ഇസ്രായേലിനോട് വല്ലാത്ത മമതയല്ലേ? വളരെ ഹീനമായ ഭാഷയിൽ പാലസ്തീനെയും പാലസ്തീൻ ജനതയെയും ആക്രമിക്കാൻ തയ്യാറായ ഇസ്രായേൽ മന്ത്രിയെ ഇവിടെ കൊണ്ടുവന്ന് ചർച്ച നടത്തി അദ്ദേഹവുമായി കരാർ ഒപ്പിടാൻ BJP ഗവൺമെന്റ് തയ്യാറായില്ലേ? ഇസ്രായേലിലെ സിയോണിസ്റ്റും ഇവിടുത്തെ RSSഉം ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണ്. നമ്മൾ ഈ ഓർമ്മകൾ നിലനിർത്തണം. ഓർമ്മകൾ ചെറുത്ത് നിൽപ്പാണെന്ന് ഒരു പഴയ പറച്ചിലാണ്. ഇത്തരത്തിലുള്ള
പ്രതിഷേധങ്ങൾ ഇന്നത്തോടെ അവസാനിക്കുന്നില്ല. ഇത് തുടർന്നാലേ ഗാസയിലെ പിടഞ്ഞു വീണ കുഞ്ഞുങ്ങളും പിടഞ്ഞു വീണ മനുഷ്യരും അവർ ഓർക്കപ്പെടുകയുള്ളൂ. ആരും ചോദിക്കാനും പറയാനുമില്ല. ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് നീതി. അതൊരു കാട്ടുനീതിയാണ്. ആ കാട്ടുനീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പിൻബലത്തോടുകൂടി ഇസ്രയേൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ജനങ്ങളാകെ, ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ അതിശക്തിയായിട്ട് പ്രതിഷേധിക്കുന്നത്. സകലതുമോർത്തു വയ്ക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തു വയ്ക്കപ്പെടും. നിങ്ങളുടെ തോക്കുകൾ കൊണ്ട്, നിങ്ങളുടെ ലാത്തികൾ കൊണ്ട് നിങ്ങൾ കൊന്നൊടുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, നിങ്ങളുടെ തോക്കുകൾ കൊണ്ട്, നിങ്ങളുടെ ലാത്തികൾ കൊണ്ട് നിങ്ങൾ കൊന്നൊടുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഈ ഹൃദയം പുകഞ്ഞു തന്നെ ഇരിക്കപ്പെടും. അടുത്ത് പ്രസവിച്ച കുഞ്ഞുങ്ങൾ, 1, 2, 3 വയസ്സായ പിഞ്ചു ഹൃദയങ്ങൾ തൊട്ട് 5, 6, 7, 8, 9, 10, ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഓർക്കുന്നത്. ജമാൽ ഉദയ് ഇബ്രാഹിം അൽ സയ്യിദ്, ദാവൂദ് അഹമ്മദ് ദാവൂദ് ഷമാലി, റോസ് അബ്ദുൽ അസീസ് മുഹമ്മദ് അൽ ഗുൽ, മറിയം നൂർ അൽദീൻ വയീൽ ദബ്ബാൻ, ഹസൽ അബ്ദുൽ അസീദ് മുഹമ്മദ് അൽ മഖാത്മ, ലുയെ ബഹ മാഹിർ അൽ അനസി, ഗുദ്സ് ഫൂദ് മുസ്തഫ അല്ലാവ്. The LDF leadership and the people of Kerala for organizing this powerful solidarity meeting. At this moment, our people in Gaza, my family, my personal family there in Gaza, are enduring one of the darkest chapters in the history. Relentless bombardment, siege and destructions. Thousands of lives have been lost. ഇസ്രായേലിലുള്ള എല്ലാവരും തന്നെ ഇസ്രായേൽ ഗവൺമെന്റിനെ ഇക്കാര്യത്തിൽ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ന്യൂനപക്ഷം അതിനെതിരാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള സംഘപരിവാർ എല്ലാവരും തന്നെ ഇസ്രായേൽ അനുകൂലികളാണ്. അവരെ അനുകൂലിക്കാൻ തെറ്റിദ്ധരിക്കപ്പെട്ട കുറച്ച് ക്രിസ്തുമത വിശ്വാസികളുണ്ട് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇസ്ലാം മതവും ഏത് മതമായാലും തീവ്രവാദത്തിൽ എത്തുമ്പോൾ അപകടം തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികളുടെ, അമിത വിശ്വാസികളുടെ, തീവ്രവാദികളുടെ ഒരു നിലപാട് ഗാസയിലെ കൂട്ടക്കൊലയ്ക്ക് അനുകൂലമാണ്. കാരണം എന്താണ്? അവർക്കൊരു പാരമ്പര്യമുള്ളത്, അവർ ഗുജറാത്തിൽ ഈ കൂട്ടക്കൊല നേരത്തെ നടത്തിയതാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ അവരതിനെ അനുകൂലിക്കുന്ന കാണാം. അല്ലാതെ മനുഷ്യസ്നേഹികളായിട്ടുള്ള ആരും തന്നെ ഗാസയിലെ കൂട്ടക്കൊലയെ അനുകൂലിക്കുന്നില്ല. യുദ്ധമേറെക്കുറെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പലസ്തീന് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. ആ നീതിക്കായി ലോകം ഒറ്റക്കെട്ടായി ശബ്ദിക്കണം. രാജ്യാന്തര തലത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റമുണ്ടാകണം.